നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഓഗസ്റ്റ് 21 വ്യാഴം 2025 വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പ്രമുഖരായ യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി യുവനടി റിനി ആൻ ജോർജ് നിരവധി തവണ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുറന്നുവെന്നും അശ്ലീല സന്ദേശം അയക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയ് എന്നായിരുന്നു യുവനേതാവിൻ്റെ പ്രതികരണമെന്നും യുവനടി പറഞ്ഞു. യുവനേതാവിന് സംരക്ഷണ വലയമുണ്ടെന്നും ഇത്തരക്കാരെ വലിയ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുത് എന്ന് മാത്രം പറയുകയാണെന്നും റിനി പറഞ്ഞു. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവാണെന്ന് നടി പറഞ്ഞെങ്കിലും യുവനേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ നടി തയ്യാറായില്ല. വാർത്തകളിലേക്ക്. നടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ആയി. സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ചെയ്തു. മാർച്ചിൽ പങ്കെടുത്ത C കൃഷ്ണകുമാറിനെയും പോലീസ് തടഞ്ഞു. രാഹുൽ മാങ്കൂട്ടലിനെതിരെ മുദ്രാവാക്യം മുഴക്കിയും രാജി ആവശ്യപ്പെട്ടുമാണ് മാർച്ച്. യുവനടിയുടെ ആരോപണം ആർക്കെതിരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്ന് BJP നേതാവ് C കൃഷ്ണകുമാർ. നേരത്തെ ഒരു ആരോപണം വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത് ഏത് യുവ നേതാവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ആ യുവനടി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ എന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് MLA ഓഫീസിലേക്ക് രാത്രി BJP നടത്തിയ മാർച്ചിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടലിനെതിരെ മുൻപും ആരോപണം ഉണ്ടായിട്ടുണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. വിശദമായി അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാം അറിയാം. ആരോപണം ആർക്കെതിരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നുവെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് 14-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള 99% ആളുകൾ ഡിജിറ്റൽ സാക്ഷരത നേടിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതേസമയം DGI കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പാർലമെന്റ് അടുത്ത സമ്മേളനത്തിൽ JPC റിപ്പോർട്ട് സമർപ്പിക്കും. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ബില്ലിന്റെ പകർപ്പ് കീറിയെറിയുകയും ബില്ലിന്മേൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് ഈ ബില്ലിലൂടെ BJP ലക്ഷ്യം വയ്ക്കുന്നതാണ് പ്രതിപക്ഷ ആരോപണം. ലോക്സഭയിൽ വിവാദ ഭരണഘടനാ ഭേദഗതിയിൽ അവതരിപ്പിക്കുന്നതിനിടെ കൊമ്പുകോർത്ത് KC വേണുഗോപാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 5 കൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏത് മന്ത്രിയെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ ധാർമ്മിക ചൊല്ലിയാണ് വാക്പോരുണ്ടായത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ളതാണ് ഈ ബില്ലെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. എന്നാൽ രാഷ്ട്രീയത്തിൽ ധാർമ്മികത കൊണ്ടുവരാണ് ഈ ബിൽ എന്നാണ് BJP നേതാക്കളുടെ പക്ഷം. ഏതെങ്കിലും കേസിൽപ്പെട്ട് 1 മാസത്തിലധികം അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർമാർക്ക് അധികാരം നൽകുന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിൽ നിലപാട് തിരുത്തി ശശി തരൂർ MP. ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പെന്ന് ശശി തരൂർ പറഞ്ഞു. അയോഗ്യരാക്കാൻ കുറ്റം തെളിയണമെന്നും നേരത്തെ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് ശശി തരൂർ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പ്രീ പ്രൈമറിയും 8ാം ക്ലാസ് മുതൽ വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അരി സ്കൂളിൽ നേരിട്ട് എത്തിച്ച് നൽകുന്നതിനുള്ള ചുമതല സപ്ലൈക്ക് നൽകിയിട്ടുമുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലും ഇനി സ്വർണ്ണക്കപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുക. സ്കൂൾ ഒളിമ്പിക്സ് സംഘാടക സമിതി യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. സ്വർണ്ണക്കപ്പിന്റെ രൂപകൽപ്പനയിൽ ഉടൻ തീരുമാനം ഉണ്ടാവും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നവരെ വേടനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഹൈക്കോടതി ഉത്തരവിട്ടു. കൂടുതൽ രേഖകൾ ഹാജരാക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്ന് കോടതി വ്യക്തമാക്കി. നേരത്തെ ഇന്ന് കേസ് പരിഗണിക്കുന്നവരെ വേടനെ അറസ്റ്റ് ചെയ്തെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അടുത്തവണ കേസ് പരിഗണിക്കുന്നവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്.
വിദ്യാർത്ഥി സംഘടനയായ MSFനെതിരെ രൂക്ഷ വിമർശനമായ KSU നേതാവ് MSF മതസംഘടന തന്നെയാണെന്നും മുഖം മറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവരാണെന്നും KSU കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് CH ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. 21-ാം നൂറ്റാണ്ടിലും നേരം വെളുക്കാത്ത MSF സ്വയം തിരുത്താൻ തയ്യാറായതിൽ കാലഘട്ടത്തിന്റെ ചവറ്റുകുട്ടിലെ നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമില്ലെന്നും മുബാറസ് വ്യക്തമാക്കി. കേരളത്തിലും തമിഴ്നാടുമായി നടക്കുന്ന അനധികൃത ഏലം ഈ ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ് അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത ആളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഇത്തരം ലേലങ്ങൾ അനധികൃതമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സ്പൈസസ് ബോർഡ് വ്യക്തമാക്കി. പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യ പ്രേരണ കേസെടുത്ത് പോലീസ്. പുഴയിൽ ചാടി മരിച്ച ആശയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ നടപടി. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് ആശയുടെ കുടുംബം നേരത്തെ രംഗത്ത് വന്നിരുന്നു. എറണാകുളം പറവൂർ കോട്ടുവള്ളിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ പോലീസുകാരന്റെ മൂത്ത മകൾ കസ്റ്റഡിയിൽ. ഏറെ നേരം നീണ്ടുനിന്ന അടങ്ങിരങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സർക്കാർ ഉദ്യോഗസ്ഥയായ മകൾക്ക് കേസുമായി ബന്ധമില്ലെന്നും അകാരണമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ഇവരുടെ അഭിഭാഷകൻ പോലീസിനെ തടയുകയായിരുന്നു. ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയേർക്കപ്പെട്ട പ്രതിയും ബിന്ദുവും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപരക്കൽ നൽകിയ അപകീർത്തി കേസിൽ സിസ്റ്റർ അഭയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകനായിരുന്ന AX വർഗീസ് ഉൾപ്പെടെ 3 പേർക്കെതിരെ 6 മാസം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കലാകൗമുദി പത്രാധിപർ M സുകുമാരൻ, മാധ്യമപ്രവർത്തകർ PM ബിനുകുമാർ എന്നിവരാണ് കേസിലെ മറ്റ് 2 പ്രതികൾ. പട്ടികവർഗക്കാർക്ക് 1000 രൂപ വീതം ഓണസമ്മാനം നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ 52,864 പട്ടികവർഗക്കാർക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയായിരുന്ന CPM നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പേരിൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ നേതാക്കളെ തിരിച്ചെടുത്തു. മുൻ KPC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, UDF നിയോജക മണ്ഡലം ചെയർമാൻ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റ് P പ്രമോദ് കുമാർ, പെരിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ എന്നിവർക്ക് നടപടിയാണ് പിൻവലിച്ചത്. സംസ്ഥാനത്തെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരം ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ പദ്ധതി വൻ വിജയം. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരു മാസം മുമ്പ് ആരംഭിച്ച ഈ മാലിന്യ ശേഖരണ പദ്ധതിയിലൂടെ ഇതുവരെ ശേഖരിച്ചത് 33,945 കിലോഗ്രാം മാലിന്യം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ചങ്ങനാശ്ശേരി SP കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത്. കണ്ണൂരിൽ യുവതിയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമം. യുവതിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു. കൊല്ലാൻ ശ്രമിച്ച യുവാവിനും പൊള്ളലേറ്റു. യുവാവിനെ ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിയുടെ പരിക്ക് ഗുരുതരമാണ്. കണ്ണൂർ കുറ്റിയാട്ടൂർ ഉരുവച്ചലിലാണ് സംഭവം. ഇന്ത്യയുടെ ആണവായുധ വാഹകശേഷിയുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 5 വിജയകരമായി പരീക്ഷിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ഇന്നലെയാണ് പരീക്ഷണ വിക്ഷേപണം നടന്നത്. മിസൈലിന്റെ സാങ്കേതികവും പ്രായോഗികവുമായ എല്ലാ കഴിവുകളും വിക്ഷേപണത്തിൽ സ്ഥിരീകരിച്ചു. കർണാടകയിലെ ചിത്രദുർഗിൽ ദേശീയപാതയോരത്ത് പാതി കത്തി നഗ്നമാക്കിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ ചേതന എന്ന യുവാവാണ് പിടിയിലായത്. കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്ത് ധരിച്ച് കൊന്ന് പെട്രോളിച്ച് കത്തിക്കുകയായിരുന്നു. 2 വർഷമായി ചേതനും പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിവാഹം കഴിക്കാൻ യുവതിയുടെ ബന്ധുക്കൾ നിർബന്ധിച്ചെ തുടർന്നായിരുന്നു കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി. താനുമായി പ്രണയത്തിലുള്ളപ്പോൾ തന്നെ പെൺകുട്ടി മറ്റൊരാളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് ചേതൻ പോലീസിനോട് പറഞ്ഞത്.